എക്സ്പ്രഷൻ യൂണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ട്. അതിനകത്തേക്ക് പച്ചവെള്ളമോ തിളച്ച വെള്ളമോ ചേർക്കാം. നമ്മളിവിടെ പച്ചവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാമേ. ഇവിടെ ഞാനാണ് ഇവിടുത്തെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ അരിഞ്ഞെടുക്കുന്നത്. എന്നിട്ട് അത് അരിഞ്ഞ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഒന്ന് അടുക്കി വയ്ക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ ഗൈസ് കാണാനായിട്ട്. അതിനുശേഷം നല്ല പഴുത്ത് നോക്കിയൊരു പൈനാപ്പിൾ അരിഞ്ഞ് ജ്യൂസാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നേരത്തെ ക്യാരമലൈസ് ചെയ്ത് പഞ്ചസാര ചേർത്ത് മിക്സഡ് ഫ്രൂട്ട് ജാമും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച ഓരോ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കാഷ്യൂ നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം. ബദാമും ചേർക്കാമേ. നമുക്കിവിടെ ആർക്കും ബദാം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. അതിനുശേഷം മുസാമ്പീര തൊലി എടുക്കാം. ഓറഞ്ചിൻ്റെയും തൊലി എടുക്കാമേ. നമ്മളിവിടെ മുസാമ്പീര തൊലിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് മൈദ ഒന്ന് മിരവി കൊടുത്ത് അത് മാറ്റിയതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസും സ്പൈസസും ഒക്കെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് പഞ്ചസാര പൊടിച്ചതും റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടറും ഒക്കെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം കോഴിമുട്ടയും ചേർത്ത് പഞ്ചസാര ലൈനിയും ചേർത്ത് വാനില എസൻസും പൈനാപ്പിൾ എസൻസും ചേർത്തതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി മൈദയും ചേർത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതും ചേർത്ത് അത് ഓരോ പാത്രത്തിലാക്കാം. നമ്മൾ ഇന്നെ കണക്കൊന്നും നോക്കിയല്ല കേട്ടോ ചെയ്തത്. അപ്പം നമ്മുടെ കേക്ക് നല്ല ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത്രയൊക്കെ ചെയ്തതല്ലേ. അപ്പം നമ്മൾ ടേബിൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് കേക്ക് ഒരു ട്രെയിലായിട്ട് മുറിച്ച് വെക്കുകയും ഒരു ഫുൾ കേക്കും വെച്ച് നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ എടുത്ത വൈനൊക്കെ വെച്ച് നന്നായിട്ട് കുറേ ജിങ്കിൾ ബെൽസൊക്കെ തൂക്കി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.